ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് മെയ് 28, 2026 രാവിലെ നമ്മൾ രണ്ടാളും കൂടി നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കുമരകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓൺ ദ വേ ആണ്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ആഫ്റ്റർ എ ലോങ് ടൈം വെൽക്കം ബാക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വർഷം ഇത് രണ്ടാമത്തെ വ്ളോഗാണ്. അപ്പം തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മളിവിടെ കുമരകം ഒരു പാർക്ക് റിസോർട്ടിൽ വന്നൊരു വ്ളോഗ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പം നമ്മൾ അഗെയിൻ അവിടെ തന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ എത്തിയേക്കുവാണ്. കാരണം നമുക്ക് ഇവിടുത്തെ വൈബൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കുമരകം നമുക്ക് കുറേ തവണ ഞാനിപ്പോൾ എദോസ്കയുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഇപ്പോൾ നല്ല വെതറുമാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുവാണ്. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ നമുക്കിനി അകത്ത് പോയിട്ട് ബാക്കിയൊക്കെ എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ റൂമിലെത്തി, ചെക്ക് ഇൻ ചെയ്തു. ഇന്ന് മെയ് 28 ലാസ്റ്റ് ഇയർ ജൂൺ 10 നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. എക്സാക്ട്ലി നമ്മുടെ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ഒരു 12 days കഴിഞ്ഞിട്ടായിരുന്നു നമ്മളിവിടെ വന്നിട്ടൊന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ പിന്നെ അവിടെ തന്നെ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ആ ഒരു 1 year ആയതിൻ്റെ ഒരു റീകാളിങ് ഫീൽ ചെയ്തത് ഇവിടെ വന്ന് ഇങ്ങനെ നിന്നപ്പോഴാണ്. അല്ലാണ്ട് നമുക്ക് 1 year ആയെന്നൊരു ഫീലൊന്നും കിട്ടുന്നേ ഇല്ല. അപ്പോൾ എനിവേയ്സ് നമ്മൾ അതുപോലെ തന്നെ ആ ഒരു ബാൽക്കണി ഫേസിങ് റൂം തന്നെ എടുത്തേക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ 2nd ഫ്ലോറിലായിരുന്നു, ഇത്തവണ നമ്മൾ 3rd ഫ്ലോറിലാണ്. അപ്പോൾ കുറച്ചും കൂടെ നല്ല വ്യൂ ആണ്. പിന്നെ ഇതിപ്പോൾ റെയിനി സീസൺ ആയ കാരണം ആ ഒരു ക്ലൈമറ്റും ഒക്കെ ഫുള്ളി നല്ല രസമായിട്ടുള്ള ക്ലൈമറ്റാണ്. അപ്പോൾ ഞാൻ ബാൽക്കണി കാണിക്കാം, റൂം ജസ്റ്റ് ഒന്ന് കാണിക്കാം. സെയിം റൂം തന്നെയാണ്, എന്നാലും ആ വ്ളോഗൊക്കെ ആരും ഓർക്കുന്നുണ്ടായിരിക്കത്തില്ലല്ലോ. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, വ്ളോഗ് ഒന്നും ഇടുന്നില്ലല്ലോ, വലിയ വ്ളോഗ്സ് ഒന്നും വരുന്നില്ലല്ലോ, അപ്ഡേറ്റ്സ് ഒന്നും അറിയുന്നില്ലല്ലോ, എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഷെയറിങ് ടൂ മച്ച് ഈസ് നോട്ട് ഗുഡ് എന്ന് ഒരു ലേറ്റ് റിയലൈസേഷൻ എനിക്ക് തോന്നി. ബട്ട് സ്റ്റിൽ കുറേ ഷോർട്സ് ഒക്കെ ഞാൻ ഇടുന്നുണ്ട് ഇടയ്ക്കൊക്കെ. കാരണം നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, നമുക്ക് ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമൊക്കെ എടുത്തതും ഇതിലെന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇനിയാണെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യും. നമുക്ക് ബേസിക്കലി ഇതൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ എവറിത്തിങ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് ഈസ് നോട്ട് ഗുഡ് ഫോർ ലൈഫ് എന്നൊരു ലേറ്റ് റിയലൈസേഷൻ എനിക്ക് തോന്നി. അപ്പം നമുക്കൊരു കാര്യം റിയലൈസ് ചെയ്യുമ്പോൾ നമ്മളത് ഫോളോ ചെയ്യുന്നു, അതൊരിക്കലും വേറൊരാൾ പറഞ്ഞു തന്നിട്ടല്ലല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ എവറിത്തിങ് അബൌട്ട് യുവർ പേഴ്സണൽ ലൈഫ് ഷെയർ ചെയ്യുന്നത് അത്ര ഇറ്റ്സ് നോട്ട് ഗുഡ് എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ അങ്ങനെ ഇപ്പോൾ വലിയ വ്ളോഗൊന്നും അധികം ഇടാത്തത്. ബട്ട് സ്റ്റിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരാണെങ്കിലും എന്നോട് അങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് ഇതൊക്കെ ഷെയർ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളുമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇടയ്ക്കൊക്കെ എൻ്റെ ഇങ്ങനത്തെ കുറച്ച് ഫിൽട്ടർ ചെയ്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ എന്തായാലും ഇടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷം ഇതിപ്പോൾ 2nd വ്ളോഗാണ്. ഒരു 3 വ്ളോഗ് ഇട്ടതിന് ശേഷം ആൾമോസ്റ്റ് ഈ വർഷം മിഡിലായി, എന്നിട്ട് ഇതിപ്പോൾ ഓൺലി 2nd ലോങ് വ്ളോഗാണ്. അപ്പോൾ എനിവേയ്സ്, കാരണം നമുക്കും നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഒക്കെ റീകോൾ ചെയ്യുമ്പോൾ എല്ലാം മറന്നു പോയില്ലേ. അപ്പോൾ ഇങ്ങനൊരു വ്ളോഗ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ എനിവേയ്സ് ഞാൻ റൂം ടൂർ കാണിക്കാം. സോ ഗൈസ്, നമ്മൾ പ്രീമിയം റൂം തന്നെയാണ് എടുത്തേക്കുന്നത്. അത് കാരണം നമുക്ക് ഈ ഒരു ബാൽക്കണി ഉള്ള ആ ഒരു റൂം തന്നെ കിട്ടി. സെയിം വൈബാണ്, നല്ല ക്ലൈമറ്റ് ആയ കാരണം നല്ല മഴയും ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് ആക്ച്വലി. അപ്പം എദോസ്കെ ഇതിൻ്റെ ബ്യൂട്ടി കണ്ടിങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കുകയാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, മഴ പെയ്യുന്ന സൗണ്ട് ഉണ്ട്. എദോസ്കെ എന്താ തോന്നുന്നത്? നൊസ്റ്റാൾജി അടിക്കുന്നുണ്ടോ? നമുക്ക് കഴിഞ്ഞ റൂം പോലും ഈ റൂമിന്റെ അത്ര വ്യൂ ഇല്ലായിരുന്നു. ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂം. ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഏറ്റവും നല്ല വ്യൂ സെന്ററിൽ തന്നെ നമുക്ക് ഇത്രയും വ്യൂ കിട്ടുന്ന റൂം വേറെ ഇല്ല. ശരിക്കും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഈ റെയിനി സീസണിൽ വരുന്നതാണ്. പൂള് അവിടെയാണ്. അതെ, പൂളുണ്ട്. നമ്മുടെ കാറാണ് കിടക്കുന്നത്.
പിന്നെ കാറിന്റെ വ്യൂ കിട്ടും. കാറ് നമ്മുടെ ചോട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം കാണാം. സെക്യൂർ ആയിട്ട് മഴ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നുണ്ടോ? എല്ലാം കൊണ്ട് ഒരു നല്ല വൈബാണ്. അതെ. നല്ല ക്ലൈമറ്റും ഹൈലൈറ്റ്. ക്ലൈമറ്റും കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര ആഡ് ഓൺ ആയി അതിന്റെ ഒരു. ഓൾറെഡി ചില്ലാണ്, പുറത്തും ചില്ല് അകത്തും ചില്ല്. അത്ര കോൾഡ് ക്ലൈമറ്റ് ആണ്, പറയാൻ പറ്റുന്നില്ല. AC ഇപ്പം ഞാൻ ടെമ്പറേച്ചർ ഇപ്പം കൂട്ടി, കാരണം അത്ര തണുപ്പ്. അപ്പം നമുക്ക് സെൻട്രലൈസ്ഡ് AC ആണ്. ഫുള്ളി വർത്ത് ഓഫ് മണിയാണ് ഈ റൂം. ഇപ്പം ഞങ്ങൾ സെക്കൻഡ് ടൈം ഇത് നമുക്ക് ഇപ്പം ഏറ്റവും പ്രീമിയം റൂമാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ആ പൈസ കൊടുക്കുന്നതിന് 100% വർത്താണ്. അതെ. അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പിന്നെ എടുത്തല്ലേ. അതെ, നമുക്കൊരു ആംബിയൻസും ആ ഒരു വൈബും നമുക്ക് വേറെ കുമരകത്ത് വേറെ ഒരു ഫുഡ് സ്പോട്ട് അടുത്തുണ്ട്. എല്ലാം കൊണ്ടും നമുക്കൊരു കാർ പാർക്കിംഗ് പ്രോപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും 100% വർത്തായിട്ടുള്ളൊരു ഇതാണ് പ്രോപ്പർട്ടി. ആദ്യൊരു പ്ലാൻ ഉണ്ടായിരുന്നു വേറെ എവിടെയെങ്കിലും ചൂസ് ചെയ്യാന്ന്, പക്ഷെ എന്നിട്ട് നമ്മള് അത് മാത്രമല്ല മോഹൻലാലിന്റെ തന്നെ പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ഒരു ഹൈലൈറ്റും കൂടെ ഉണ്ട്. ലാലേട്ടന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പം കുമരകത്ത് വന്നാൽ നിങ്ങൾക്ക് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. അപ്പോൾ പൂളുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. 100% നമുക്ക് നല്ല ഫുഡുണ്ട് താഴെ. പിന്നെ ഇവിടെ തന്നെ റെസ്റ്റോറന്റ് ഉണ്ട്. പിന്നെ ഇതിനടുത്ത് ഏറ്റവും ഫേമസ് കിളിക്കൂട്. അതെ, കിളിക്കൂട്. അങ്ങനെ ഇഷ്ടംപോലെ ഷാപ്പുകളുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു സ്പോട്ടാണ്. അപ്പൊ എല്ലാവരും വരിക, എൻജോയ് ചെയ്യാം. എൻജോയ് ചെയ്യട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാണ്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയർ 1 ഡൺ. നമ്മൾ ക്ലൗഡ്സിന്നാണ് കേക്ക് മേടിച്ചത്. അടിപൊളി കേക്ക്. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വർത്താണ്. അപ്പം ക്ലൗഡ്സ് കേക്ക് ഇപ്പം കുറേ ബ്രാൻഡ്സ് ഉണ്ടല്ലോ, ഒത്തിരി എടുത്തുണ്ട്. നമുക്കിവിടെ തലളപ്പറമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ബബ്ലി എന്ന് പറഞ്ഞ കേക്കാണ്. ഇതിൽ കുറേ നട്ട്സും എന്തൊക്കെയാണ് ആൽമണ്ട്സും ഒക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഒരു കേക്കായിരുന്നു. ഞങ്ങളപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ പകുതിയോളം കഴിച്ചു. അപ്പോൾ 1 ഇയർ കംപ്ലീറ്റ്. അതെ, അടുത്ത കേക്കിൽ നമ്മൾ 2 ഇയർ ഡൺ എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്യാപ്ഷൻ വയ്ക്കുന്നത്. ഇയർ 1 അങ്ങനെ നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് തന്നെ തൊട്ടടുത്താണ് കുമരകത്തെ യമ്മിയസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന കിളിക്കൂട് ഷാപ്പ്. നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് കപ്പയും കള്ളപ്പവും ചിക്കൻ റോസ്റ്റും മീൻ കറിയും ഒക്കെ മേടിച്ചു. നമ്മളതൊക്കെ ഭയങ്കര യമ്മി ഫുഡായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ റൂം ടൂർ പ്രത്യേകിച്ച് കാണിക്കാനായിട്ടൊന്നും ഇല്ല, ബട്ട് സ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒരു റൂമിൻ്റെ ഒരു ക്ലിപ്പ് എടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു, എല്ലാ പ്ലാറ്റ്ഫോംസും TV-യിൽ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു മൂവിയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു ഫുഡ് കഴിച്ചിട്ട്. അങ്ങനെ നമ്മളൊരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് അവിടെ ടീ കൗണ്ടർ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ തന്നെ കോഫി ടീ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു. പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാടി, അക്ഷരപ്പൂവിൽ പെൺകൂടം വാർന്നു സുന്ദരി പെണ്ണാടി, മഴവില്ലിന്റെ വർണ്ണങ്ങൾ അനുരാഗത്തിൻ ചായങ്ങൾ അഴകിലും കണ്ണും വെച്ചു പൊന്നെ പൊന്നാടി. പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാടി, അക്ഷരപ്പൂവിൽ പെൺകൂടം വാർന്നു സുന്ദരി പെണ്ണാടി. അപ്പോൾ നമ്മൾ നൈറ്റ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഇപ്പോൾ സമയം 10 PM ആയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഉച്ച കഴിഞ്ഞിട്ട് 1-2 സിനിമ ഫുൾ ഇരുന്ന് കണ്ടു. പിന്നെ കുറേ സമയമൊക്കെ നമ്മൾ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നു. കാരണം എല്ലാം നമ്മൾ ഇൻഡോർ സീൻസ് ആയ കാരണം ക്ലിപ്സൊക്കെ കുറച്ച്
ഞാൻ എപ്പോഴും എടുത്തില്ല. കാരണം നമ്മൾ കൂൾ ഏരിയയിലൊന്നും പോയില്ല, കാരണം മഴയും അവിടെ കുറച്ച് സ്ലിപ്പറി പോലെയൊക്കെ തോന്നിയുകൊണ്ട് നമ്മൾ പോയില്ല. ഏതുവസ്കെ ആക്ച്വലി ഉറങ്ങിപ്പോയി. ഞാൻ മേഘസന്ദേശം സിനിമ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ രാവിലെ നമ്മൾ ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ എനിവൈസ് നമ്മുടെ ഒരു വൈബ് എങ്ങനെയാണോ അതേപോലെ ഭയങ്കര കംഫി, പ്രൈവറ്റ് ആൻഡ് എന്താ പറയുക, ഭയങ്കര ഒരു നല്ലൊരു വൈബിൽ തന്നെ ഇന്നത്തെ ദിവസം പോയി. അപ്പോൾ നാളെ രാവിലെ ഞാനിപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാനും കിടക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ അടുത്ത ദിവസം രാവിലെ ആയി. അപ്പം നമ്മളിനി കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ ഈ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി? അടിപൊളിയായിരുന്നു അല്ലേ? യെസ്, അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്